Hi, I am Kirana, Assistant Professor, Srinarayana Institute of Technology, Adur. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5-ലെ ഹൈ വെലോസിറ്റി ഫോമിംഗ് ഓഫ് മെറ്റൽസിൻ്റെ റിവിഷനാണ് നോക്കുന്നത്. അപ്പോൾ ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ്സ് 3 പർട്ടിക്കുലർ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ റിവിഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം എന്താണ് ഒരു കൺവെൻഷണൽ ഫോമിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ കൺവെൻഷണൽ ഫോമിംഗ് മെത്തേഡും ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡിനകത്ത് നമുക്കറിയാം മെറ്റലിനെ ഒരു പെർട്ടിക്കുലർ ഡൈ വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു പഞ്ചർ വെച്ചിട്ട് നമ്മൾ ഡൈയിലോട്ട് ഫോഴ്സ് ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് ആ ഡൈയുടെ ഷേപ്പിൽ മെറ്റൽ ഫോം ചെയ്തെടുക്കുന്നതാണ് കൺവെൻഷണൽ മെത്തേഡ്. ഹൈ വെലോസിറ്റി ഫോമിങ്ങിനകത്തും ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന എനർജി റേറ്റ് വളരെ കൂടുതലാണ്. ഹൈ റേറ്റ് ഓഫ് എനർജി ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡിനകത്ത് നമുക്ക് പഞ്ചർ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെത്തേഡിലായിരിക്കും നമ്മൾ ഫോമിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ്പ്ലോസീവ് ഫോമിങ്ങിനകത്താണെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ചാർജാണ് നമ്മൾ കത്തിക്കുന്നത്. ആ ചാർജിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഫോമിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പം ഈ കേസിനകത്ത്, ആ ഒരു കേസിനകത്ത് നമുക്ക് ഡൈ വേണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരു പഞ്ചർ വേണമെന്ന് നിർബന്ധമില്ല. ഡൈ അല്ല, പഞ്ചർ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിനകത്ത് കൺവെൻഷണൽ മെത്തേഡും ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, മെറ്റൽ ഫോമിംഗ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഓഫ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് എനർജി വിത്തൗട്ട് മച്ച് കൺസിഡറേഷൻ ഫോർ ടൈം ഓഫ് ആപ്ലിക്കേഷൻ. കൺവെൻഷണൽ മെത്തേഡാണ്. കൺവെൻഷണൽ മെത്തേഡിനകത്ത് മോഡറേറ്റ് എമൗണ്ട് ഓഫ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്, ടൈം കുറച്ച് കൂടുതലാണ്. ഹൈ വെലോസിറ്റി ഫോമിങ്ങിനകത്ത് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കൺവെൻഷണൽ മെത്തേഡിനകത്ത് മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് ഒക്കെ അനുസരിച്ച് ഫോം ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പാടാണ്. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ്സിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസിനെയും ഹൈ എനർജി യൂസ് ചെയ്തിട്ട് ഫോം ചെയ്ത് എടുക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ്, കൺവെൻഷണൽ മെത്തേഡിനകത്ത് സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് പോസിബിളാണ്. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡിനകത്ത് സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് നെഗ്ലിജിബിളാണ്. കുറച്ച് എമൗണ്ട് ഓഫ് സ്പ്രിംഗ് ബാക്ക് എഫക്റ്റേ ഉള്ളൂ. എന്താണ് സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോം ചെയ്തതിന് ശേഷം, നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ എനർജി കൊടുത്തു, എനർജി റിലീസ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ പ്രസ് ചെയ്ത പോയിന്റിൽ നിന്ന് മെറ്റീരിയൽ കുറച്ച് ബാക്കിലോട്ട് മാറും. മീൻസ് ആ ഒരു എലാസ്റ്റിക് നേച്ചർ കാരണം അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ഡൈമെൻഷണൽ വേരിയേഷൻ വരും. അപ്പോൾ ആ ഒരു എഫക്റ്റിനെയാണ് സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. കൺവെൻഷണൽ മെത്തേഡിൻ്റെ കേസിനകത്ത് സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് ഉണ്ടാവും. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നെഗ്ലിജിബിളാണ്. ഇനി കൺവെൻഷണൽ മെത്തേഡ് കോസ്റ്റ്ലി ആണ്, കാരണം നമുക്കറിയാം അതിനകത്ത് പഞ്ചറും ഡൈയും ഒക്കെ വേണം. അപ്പോൾ അതിന് കോസ്റ്റ് ഓഫ് ഡൈയും പഞ്ചറും കൂടുതലാണ്. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ്സിനകത്ത് പഞ്ചറിൻ്റെ ആവശ്യം ഇല്ല, പവർ ഹാമർ അല്ലെങ്കിൽ പഞ്ചറിൻ്റെ ആവശ്യം വരുന്നില്ല. കൺവെൻഷണൽ മെത്തേഡ് മാസ് പ്രൊഡക്ഷന് യൂസ് ചെയ്യാം. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ് ബാച്ച് പ്രൊഡക്ഷനാണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺവെൻഷണൽ ഫോമിംഗ് മെത്തേഡ്സിന് സെമി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് മതി. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ്സിന് ഹൈലി സ്കിൽഡ് ലേബേഴ്സ് വേണം. സേഫ്റ്റി നോക്കുവാണെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ്സിനകത്ത് മോഡറേറ്റ് സേഫ്റ്റി നോംസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ്സിനകത്ത് ഹൈ എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്, സോ ഹൈ സേഫ്റ്റി നോംസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ മെറ്റീരിയലിനകത്ത് കൊടുക്കുന്ന എഫക്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സ്പീഡിൻ്റെ എഫക്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എഫക്റ്റ് ഓഫ് ഹൈ സ്പീഡ് ഓൺ ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. എഫക്റ്റ് ഓഫ് ഹൈ സ്പീഡ് ഓൺ ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതിന് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ എനർജി റേറ്റ്, നമ്മൾ കൊടുക്കുന്ന എനർജി റേറ്റ് കൂട്ടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പിൻ്റെ വേരിയേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് മൈൽഡ് സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് മൈൽഡ് സ്റ്റീലാണ്. നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനകത്ത് പഠിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്. വൈ ആക്സിസിനകത്ത് സ്ട്രെസ്സും
എക്സ് ആക്സിസിനകത്ത് സ്ട്രെയിനും ഞാൻ കൊടുത്തുന്നു. ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ആദ്യം സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴേക്ക് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ 0 to B എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 0 to C എന്ന് പറയുന്നത് എലാസ്റ്റിക് റീജിയനാണ്. അതായത് നമ്മളവിടെ വെച്ച് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ എലാസ്റ്റിക് മെറ്റീരിയൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിനകത്തോട്ട് റീഗെയിൻ ചെയ്യും. അതാണ് എലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് D മുതൽ F വരെയുള്ള റീജിയൻ. അപ്പോൾ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷനാണ്. അതായത് പെർമനൻറ്റ് ഡിഫോർമേഷനാണ് അതിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ പെർമനൻറ്റ് ഡിഫോർമേഷനാണ് DEF എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് ഒരു മാക്സിമം പോയിന്റ് കിട്ടും. അതിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം സ്ട്രെസ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിനുശേഷം സ്ട്രെസ്സ് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം പോയിന്റ് എത്തും. അതിനെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയും. അതിനുശേഷം നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് സ്ട്രെസ്സ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഡിക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്ക് ഫ്രാക്ചർ ആവും, മെറ്റീരിയൽ ഫ്രാക്ചർ ആവും. അപ്പോൾ അതിനെയാണ് റപ്ചർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എനർജി റേറ്റ് കൂട്ടുമ്പോൾ, ഇപ്പോൾ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എനർജി റേറ്റ് കൂട്ടുമ്പോഴേക്ക് ഈ ഗ്രാഫിനകത്ത് എന്ത് വ്യത്യാസമാണ് വരുന്നത്. ഇപ്പോൾ എനർജി റേറ്റ് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തൊരു 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. സ്ട്രെസ്സ് Y ആക്സിസിനകത്ത്, സ്ട്രെയിൻ X ആക്സിസിനകത്ത്. ഇതിനകത്ത് 2 സ്ട്രെയിൻ റേറ്റിനകത്തുള്ള ഗ്രാഫാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് സ്ട്രെയിൻ റേറ്റ് കുറഞ്ഞ ഗ്രാഫാണ്, 10⁻⁴ പെർ സെക്കൻഡ് ആണ് സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്നത്. ഒരെണ്ണം സ്ട്രെയിൻ റേറ്റ് കൂടിയ ഗ്രാഫാണ്, 500 പെർ സെക്കൻഡ് ആണ് അതിൻ്റെ സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും, അതായത് ഈ സ്പീഡ് റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്ക് സ്ട്രെയിൻ റേറ്റ് കൂടിയ ഗ്രാഫ്, അതായത് 500 പെർ സെക്കൻഡിൻ്റെ ഗ്രാഫിനകത്താണ് മാക്സിമം സ്ട്രെസ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 700 റേഞ്ചിൽ വരും. 10⁻⁴ പെർ സെക്കൻഡിൻ്റെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു 550 റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ സ്ട്രെയിൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ റിസൾട്ട്. സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ കോപ്പറിൻ്റെ കേസിലും നോക്കുമ്പോൾ. കോപ്പറിൻ്റെ കേസിനകത്തും 2 സ്ട്രെയിൻ റേറ്റിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്ന് 10⁻³ പെർ സെക്കൻഡ് സ്ട്രെയിൻ റേറ്റ് കുറഞ്ഞ ഒരു കേസ്, അടുത്തത് സ്ട്രെയിൻ റേറ്റ് കൂടിയ ഒരു കേസ്. അപ്പോൾ സ്ട്രെയിൻ റേറ്റ് കൂടിയ കേസിനകത്താണ് മാക്സിമം സ്ട്രെസ്സ് കിട്ടിയിരിക്കുന്നത്. 300 റേഞ്ചിനകത്താണ് അതിൻ്റെ സ്ട്രെസ്സിൻ്റെ പോയിൻ്റ് എല്ലാം നിൽക്കുന്നത്. ഇനി ഇതിനകത്തും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിനകത്ത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തിയതിന് ശേഷം സഡനായിട്ട് ഡ്രോപ്പ് ചെയ്യുവാണ് 2 ഗ്രാഫിനകത്ത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച മൈൽഡ് സ്റ്റീലിൻ്റെ കേസിനകത്തും അങ്ങനെ തന്നെയാണ്. ഒരു മാക്സിമം പോയിൻ്റ് എത്തിയതിന് ശേഷം സഡനായിട്ട് ഡക്റ്റിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. ഇവിടെയും ആ കേസ് തന്നെയാണ് നടക്കുന്നത്. ഇനി എഫക്റ്റ് ഓഫ് ഡീഫോർമേഷൻ വെലോസിറ്റിയാണ്. ഇപ്പോൾ കൺവെൻഷണൽ ഫോമിംഗ് മെത്തേഡ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കാരണമാണ് ഡീഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി, കൺവെൻഷണൽ ഫോമിംഗ് മെത്തേഡിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.03 to 0.9 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റി കുറച്ചും കൂടി കൂടിയതാണ്, 3 to 300 മീറ്റർ പെർ സെക്കൻഡ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ കേസിനകത്ത് ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡ്സിനകത്ത് നമ്മൾ ഇത്ര സ്പീഡിൽ കൊടുക്കുമ്പോഴേക്ക് സ്ട്രെസ് വേവ്സ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണ് സ്ട്രെസ് വേവ്സ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ ലെക്ചറിനകത്ത് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ഹൈ വെലോസിറ്റിയിൽ ഒരു മെറ്റീരിയലിനകത്തോട്ട് ഹിറ്റ് ചെയ്യുമ്പോഴേക്ക് അവിടെ ഹൈ സ്ട്രെസ് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെസ് വേവ്സ് മൂവ് ചെയ്യുന്നത് സൗണ്ടിൻ്റെ വെലോസിറ്റിയിലാണ്. ഈ സ്ട്രെസ് വേവ്സ് മൂവ് ചെയ്യുന്നത്. ഈ സ്ട്രെസ് വേവ്സിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അടുത്ത ലെക്ചറിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഹൈ വെലോസിറ്റി ഫോമിംഗ് മെത്തേഡും കൺവെൻഷണൽ ഫോമിംഗ് മെത്തേഡും തമ്മിലുള്ള കമ്പാരിസണും അതിൻ്റെ 2
എഫക്റ്റുകൾ വരുന്നു. ഓരോ പാരാമീറ്ററിനനുസരിച്ച് അതിൻ്റെ എഫക്റ്റ്, പ്രത്യേകിച്ച് മൈൽഡ് സ്റ്റീല്, കോപ്പർ എന്നുള്ള മെറ്റീരിയൽസിനകത്തുള്ള അതിൻ്റെ എഫക്റ്റുമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. താങ്ക് യു.